ജെയിംസ് ക്യാമറോന്റെ അവതാർ മൂവി സീരീസിലെ മൂന്നാം ചിത്രമായ ഫയർ ആൻഡ് ആഷിന്റെ ഫുൾ മൂവി സ്റ്റോറി, എൻഡിംഗ് ആൻഡ് ഫ്യൂച്ചർ എക്സ്പ്ലനേഷൻ ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവതാർ 1 സംഭവങ്ങൾക്ക് ശേഷം ഏകദേശം ഒരു 14-15 കൊല്ലങ്ങൾ കഴിഞ്ഞുള്ള കഥയാണ് നമ്മൾ അവതാർ 2 കാണുന്നതെങ്കിൽ 3 വരുമ്പോൾ അത്ര വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. 2 അവസാനിച്ചിട്ട് വെറും മാസങ്ങൾ കഴിഞ്ഞ് നടക്കുന്ന കഥയാണ് 3 കാണിക്കുന്നത്. 2 അവസാനം നമ്മൾ കണ്ടിരുന്നു ജെയ്ക്കിനെ നെയ്റ്റിയുടെ മൂത്ത മകനായിട്ടുള്ള നെറ്റയാം ആ ഒരു ഹോൾ കോൺഫ്ലിക്റ്റിൽ ഹ്യൂമൻസ് കാരണം മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻസിനോട് തീർത്താ തീരാത്ത ദേഷ്യം ഇപ്പോൾ നെയ്റ്റിരിക്കുണ്ട്, ജെയ്ക്ക് സള്ളിക്കുമുണ്ട്. ഈ ഒരു ഹോൾ ഫ്രാഞ്ചൈസിലെ തന്നെ മെയിൻ വില്ലനായിട്ടുള്ള കേണൽ മൈൽസ് ക്വാറിച്ച് ആദ്യ സിനിമയിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിലും രണ്ടാം ഭാഗത്തിൽ വീണ്ടും തിരിച്ചു വന്നിരുന്നു. ഏകദേശം ക്ലോണിംഗ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന പോലത്തെ ഒരു സംഭവമാണ് ഇവിടെ റീകോമിനന്റ് എന്നൊരു പേരിൽ വന്നത്. അതായത് ഒരു അവതാറായിട്ടാണ് ഇവിടെ ക്വാറിച്ച് നിൽക്കുന്നതെങ്കിൽ പോലും അയാൾ ശരിക്കും മരിച്ചുപോയി, ഒരു ഹ്യൂമൻ ഹോസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് ആ ഒരു മെമ്മറീസ് എല്ലാം ഇംപ്ലാന്റ് ചെയ്ത് ഒരു പക്കാ ക്ലോണിംഗ് എന്ന് തന്നെ പറയാം. ഇവരെ റീകോമിനൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു റീകോമിനെ ഒന്ന് ക്വാറിച്ചും സെക്കൻഡ് പാർട്ടിൽ മരിക്കേണ്ടതായിരുന്നു. എന്നാൽ ക്വാറിച്ചിന്റെ മകനായിട്ടുള്ള ഹ്യൂമൻ ആയിട്ടുള്ള സ്പൈഡർ ക്വാറിച്ചിനെ രക്ഷിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം തങ്ങളെ തേടി ഇനി ഒരിക്കലും വരെ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം ക്വാറിച്ച് വീണ്ടും ഈ ഒരു ഹോൾ പ്ലാന്റ് കീഴടക്കാൻ വേണ്ടി വരുമെന്ന്. രണ്ടാം ഭാഗത്തിന്റെ തുടക്കത്തിൽ ഫോറസ്റ്റിൽ ജെയ്ക്സളിയും ഫാമിലിയും ടാർഗറ്റ് ചെയ്തു വന്ന ഹ്യൂമൻ അറ്റാക്സ് കാരണമാണല്ലോ ഇവരെല്ലാവരും കൂടെ പറന്ന് ദൂരെയുള്ള ഒരു ഓഷ്യൻ ഡ്രൈവായി മെക്കേനിയുടെ കൂടെ താമസിക്കാൻ തീരുമാനിക്കുന്നത്. മെക്കേനിയിലെ ആൾക്കാർക്ക് ആദ്യം സള്ളി ഫാമിലിയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ സിനിമയുടെ അവസാനം ഇവരെല്ലാവരും അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നതും ഈവൻ ദോ ഇത്രയും വലിയ ഹ്യൂമൻ ഫൈറ്റും കാര്യങ്ങളും ഉണ്ടായിട്ടും. സോ സള്ളി ഫാമിലി ഇനി ഓടുന്നു ഒളിക്കുന്നു ഒന്നുമില്ല, അവർ ആ ഒരു മെക്കേനിയിൽ തന്നെ സ്റ്റേ ചെയ്യുകയാണ്. ആൻഡ് ഇനി ഹ്യൂമൻസ് വന്നാൽ നേരിടാൻ അവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് അവതാർ 2 അവസാനം നടന്നത്. ഇതിന്റെ ഒരു ഡയറക്റ്റ് ആഫ്റ്റർമാത്തായിട്ടാണ് അവതാർ 3 അഥവാ ഫയർ ആൻഡ് ആഷ് ആരംഭിക്കുന്നത്. നെട്ടയാമെന്ന് തങ്ങളുടെ മൂത്ത മകന്റെ മരണത്തിന് ശേഷം ജെയ്ക്സളിയും നെയ്റ്റിനും അടങ്ങുന്ന ഫാമിലി ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൽ തന്നെ നെയ്റ്റിരിക്ക് ഹ്യൂമൻസിനോട് വല്ലാത്തൊരു ഹെയ്റ്റ് ഉണ്ടാവുന്നു. രണ്ടാമത്തെ മകനായ ലോവാക്കിന് തന്റെ ചേട്ടന്റെ മരണത്തിന് കാരണം താനാണെന്ന് തോന്നുന്നു. കാരണം ജെയ്ക്സളിയുടെ ഓർഡേഴ്സ് ലോവാക്ക് അനുസരിച്ചിരുന്നില്ലല്ലോ. ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ലോവാക്കും ജെയ്ക്സളിയും തമ്മിൽ ചെറുതായി അകലുന്നുമുണ്ട്. ഈ ഒരു സമയത്ത് സിരിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെക്കൈന ക്ലാനിലെ ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ഒരു സിരിയ ഈ ലോവാക്കിന് കുറച്ച് ഇമോഷണൽ സപ്പോർട്ടൊക്കെ നൽകുന്നുണ്ട്. ജെയ്ക്സള്ളി ഒരുപാട് വല്ലാത്തൊരവസ്ഥയിലൂടെ പോയിട്ട് എയ്വയിൽ പോലും സംശയിക്കുന്നു. കാരണം എയ്വ എന്തുകൊണ്ടാണ് തങ്ങളുടെ മകന്റെ മരണം തടുക്കാതിരുന്നത്, തങ്ങളെ ഹെൽപ്പ് ചെയ്യാതിരുന്നുള്ള ഒരു വലിയ ക്വസ്റ്റ്യനുമായിട്ടാണ് ജെയ്ക്സള്ളി അലയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇവർ ഈ പറഞ്ഞ ആ ഒരു മെക്കേന ക്ലാൻ്റെ കൂടെ ഇപ്പോൾ സെറ്റിലായിരിക്കുകയാണ് ടോട്ടലി. സ്പൈഡർ ഇപ്പോഴും ആ ഒരു മാസ്ക് ധരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കിരിയുമായി സ്പൈഡർ നല്ലപോലെ അടുപ്പത്തിൽ പോകുന്നുമുണ്ട്. എന്നാൽ സ്പൈഡറിനെ വളരെയധികം നെയ്റ്റിരി ഹെയ്റ്റ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻസ് കാണുന്ന നെയ്റ്റിരിക്ക് ആദ്യം നഷ്ടമായത് തൻ്റെ ചേച്ചിയാണ്, പിന്നീട് അച്ഛനെ നഷ്ടമായി, ഇപ്പോഴിതാ സ്വന്തം മകനെയും നഷ്ടമായി. അത്രത്തോളം ഹേറ്റഡ് ഹ്യൂമൻസിനോട് നെയ്റ്റിരിക്ക് നല്ലപോലെ ഉണ്ട്. സെക്കൻഡ് പാർട്ടിൻ്റെ അവസാനമാണെങ്കിലും നെയ്റ്റിരി സ്പൈഡറിനെ കൊന്നേനെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴേക്കും സ്പൈഡറിനോടുള്ള ഒരു ഹെയ്റ്റ് നല്ലപോലെ കൂടി വരികയാണ്. കാരണം ഹ്യൂമൻസിനോടുള്ള ഹെയ്റ്റ് മൊത്തം പ്രൊജക്റ്റ് ചെയ്യാൻ കൺമുന്നിൽ തന്നെ ഒരാളുണ്ടല്ലോ. മാത്രമല്ല തൻ്റെ മക്കളുടെ ഉള്ളിലുള്ള ഒരു പകുതി ഹ്യൂമൻ ജീൻസിനോട് പോലും തനിക്ക് വെറുപ്പ് തോന്നുന്നു എന്നുള്ള ലെവലിലേക്കാണ് നെയ്റ്റിരി പോകുന്നത്. എന്തായാലും സ്പൈഡറിനോട് ഇത്ര ഹെയ്റ്റ് വരാനുള്ള ഒരു മെയിൻ റീസൺ നേരത്തെ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ കണ്ടിരുന്നു. ക്വാറിച്ചൊക്കെ ഇവരുടെ ആ ഒരു മെക്കീന ക്ലാൻ്റെ സ്ഥലത്തേക്ക് വരാൻ ഒരു വലിയ കാരണം സ്പൈഡർ ആയിരുന്നു. സോ ഹ്യൂമൻസ് നമ്മൾ എത്രയൊക്കെ വളർത്തി എത്രയൊക്കെ നമ്മുടെ ഫാമിലിയാണെന്ന് പറഞ്ഞാലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നും സ്പൈഡറിനെ നമ്മുടെ ഫാമിലിയിൽ നിന്നും ഒഴിവാക്കണമെന്നും ഹ്യൂമൻസ് ജീവിക്കുന്ന ഒരു ഹൈ ക്യാമ്പിലേക്ക് പറഞ്ഞുകൊണ്ടെന്നൊക്കെ നെയ്റ്റിരി പറയുന്നുണ്ട്. ജെയ്ക്സളിയും അവസാനം അത് തീരുമാനിക്കുന്നു. ഓഫ് കോഴ്സ് കിരി അടക്കമുള്ള കുട്ടികളെല്ലാം ഇതിനെ എതിർക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും ഇവർ വകവയ്ക്കുന്നില്ല. കാരണം ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിട്ട് അവർക്ക് തോന്നിയത്. സ്പൈഡറിനും അത് തന്നെ ആയിരിക്കും നല്ലതെന്ന് അവർ പറയുന്നു. കാരണം സ്പൈഡറിന്റെ ഓക്സിജൻ മാസ്കിനകത്ത് വലിയ ഓക്സിജൻ ലെവൽസ് ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. സോ ഹ്യൂമൻസിന്റെ ഹൈ ക്യാമ്പിലാണെങ്കിൽ ഈ വക പ്രശ്നങ്ങളൊന്നും അവരുണ്ടാവില്ല. അപ്പോൾ എങ്ങനെ ഇവരെ അവിടേക്ക് അയക്കുമെന്ന് നോക്കുമ്പോഴാണ് വിൻഡ് റൈഡേഴ്സ് എന്ന പുതിയൊരു ക്ലാൻ്റെ കടന്നുവരവ്. സോ അതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നത് ഒമ്മട്ടിക്കായ എന്നൊരു ഫോറസ്റ്റ് ക്ലാനും മെക്കൈന എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓഷ്യൻ ക്ലാനുമായിരുന്നെങ്കിൽ ഇവിടെ അടുത്തായിട്ട് കടന്നു വരുന്നത് മറ്റൊരു ക്ലാനാണ്. ഇവരാണ് വിൻഡ് റൈഡേഴ്സ്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഇവർ പറന്ന് കിടക്കുന്ന ഒരു നാവി ട്രൈബാണ്. ഇവർക്ക് ഹ്യൂജ് എയർഷിപ്സ് ഉണ്ട്. ഇതിലൂടെ പണ്ടോറ പ്ലാന്റ് മൊത്തം ഇവർ പറന്ന് കിടക്കുകയാണ്. അതായത് ഇവർ നൊമാഡ്സ് ആണ്. ഇവർക്കൊരു പർട്ടിക്കുലർ സ്ഥലമോ അങ്ങനെ സെറ്റിൽ ചെയ്യാൻ സ്ഥലമൊന്നുമില്ല. ഇവർ ഫോറവർ ഇങ്ങനെ പ്ലാനറ്റ് ചുറ്റി പറന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനിടയിൽ ഇവർ കച്ചവടം ചെയ്യും. ഈ ഒരു ഇത്രയും സ്ഥലങ്ങൾ കറങ്ങി പോകുന്നതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തു നിന്ന് സാധനങ്ങളെടുത്ത് അപ്പുറത്ത് വിറ്റ് ആ ഒരു കച്ചവടം രീതിയിൽ മുന്നോട്ട് പോവാണ്. അതാണ് ഇവരുടെ ഒരു ഇൻകവും ഫുഡും എന്നൊക്കെ പറയാൻ പറ്റുന്നത്. സോ അവർ ഇങ്ങനെ കുറച്ച് കാലം കൂടുമ്പോൾ മാത്രമുള്ള ഓരോ സ്ഥലത്ത് വരുന്നത്. സോ അവർ അടുത്തെത്താൻ പോവാണ് മെക്കൈന ക്ലാൻ്റെ അടുത്തേക്ക്. സോ അവരുടെ ആ ഒരു ഷിപ്പിൽ കയറിപ്പോയി ഹ്യൂമൻസിന്റെ ഹൈ ക്യാമ്പിൽ സ്പൈഡറിനെ വിടാമെന്ന് ഇവർ തീരുമാനിക്കുന്നു. എന്തായാലും ഇവരെല്ലാവരും കൂടെ പോകാമെന്ന് തീരുമാനിക്കുന്നു. കാരണം ഇതൊരു ഫൈനൽ ഫാമിലി ട്രിപ്പാക്കാം എല്ലാവരും കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ എല്ലാവരും സമ്മതിച്ച് ഏറ്റവും അവസാനം സ്പൈഡറിനെ ഹൈ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫുൾ ഫാമിലി വിൻഡ് റൈഡേഴ്സിന്റെ കൂടെ ആ ഒരു ഫ്ലൈയിങ് എയർഷിപ്സിൽ യാത്ര ചെയ്യുകയാണ്.
അങ്ങനെ പണ്ടോറയിലെ വിസ്മയിപ്പിക്കുന്ന ആകാശകാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സള്ളി ഫാമിലിക്കും വിൻഡ് റൈഡേഴ്സിനുമെതിരെ പെട്ടെന്നൊരു അറ്റാക്ക് വരുന്നു. എന്നാൽ ഈ അറ്റാക്ക് നടത്തിയത് ഹ്യൂമൻസ് ആയിരുന്നില്ല, മറിച്ച് നാവികൾ തന്നെയായിരുന്നു. ഇവരിൽ നിന്നെല്ലാം ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന മറ്റൊരു നാവി ട്രൈബ്, തീനാവികൾ എന്നറിയപ്പെടുന്ന ആഷ് പീപ്പിൾ അഥവാ മാങ്ക്വാൻ. ആഷ് പീപ്പിൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന മാങ്ക്വാൻ എന്നാൽ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഒമ്മട്ടിക്കായെ പോലെ തന്നെ ജീവിച്ചവരാണ്. ആദ്യ സിനിമയിൽ നമ്മൾ കണ്ട നെയ്ത്തിരിയുടെയൊക്കെ ആ ഒരു ഒറിജിനൽ ട്രൈബ് ഉണ്ടല്ലോ, അതാണ് ഉമ്മട്ടിക്കായ. അവരെ പോലെ തന്നെ ഒരു വലിയ ഹോം ട്രീയും അതിനു ചുറ്റും ഒരു വലിയ സിവിലൈസേഷനുമായിട്ടായിരുന്നു ഇവർ ജീവിച്ചു പൊക്കോണ്ടിരുന്നത്. വളരെയധികം പീസ്ഫുള്ളായി നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്ന ഒരു ട്രൈബായിരുന്നു മാങ്ക്വാൻ. എന്നാൽ അങ്ങനെ ഇരിക്കുകയാണ് ഇവരുടെ അടുത്തുള്ള ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത്. ആ ഒരു സ്ഫോടനത്തോടു കൂടി ഇവരുടെ ആ ഒരു ഹോം ട്രീ അടക്കം എല്ലാം കത്തി നശിക്കുകയാണ്. അങ്ങനെ ആ ഒരു എക്കോസിസ്റ്റം തന്നെ മൊത്തത്തിൽ അവരുടെ ഏരിയയിൽ കത്തി നശിച്ച് അതൊരു വേസ്റ്റ് ലാൻഡ് ആയിട്ട് മാറുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പണ്ടോറ മുഴുവൻ കണക്ട് ചെയ്യുന്ന എയ്വ എന്ന ഒരു ബയോ ഗോഡസ്. ശരിക്കും ഇവർ ഗോഡസ് ആണെന്ന രീതിയിലൊക്കെ പറയുമെങ്കിലും സയന്റിഫിക്കലി നോക്കുകയാണെങ്കിൽ കോൺഷ്യസ് ഉള്ളൊരു പ്രകൃതി എന്ന് നമുക്ക് എയ്വയെ സിമ്പിളായിട്ട് പറയാം. അപ്പോൾ എയ്വ എപ്പോഴും തങ്ങളുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആ ഒരു പണ്ടോറയെ ജീവിക്കുന്ന നാവീസിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒന്നാണ്. അവർക്ക് ഏറ്റവും നല്ല ലൈഫും മറ്റും കൊടുക്കുന്നു. അതുകൊണ്ടാണ് അവർ എയ്വയെ ആരാധിച്ചു പോകുന്നത്. എന്നാൽ ഇതേ ഇവ നിലനിൽക്കുമ്പോൾ തന്നെ ഇത്രയും വലിയൊരു നാശനഷ്ടം സംഭവിക്കുകയും ഹോൾ സിവിലൈസേഷൻ തന്നെ മൊത്തത്തിൽ പ്രശ്നമാവുകയും ചെയ്തതോടുകൂടി എയ്വയോടുള്ള വിശ്വാസം മാങ്ക്വാൻ പീപ്പിൾസിന് നഷ്ടമാകുന്നു. അങ്ങനെ എയ്വയുടെ റൂൾസ് എല്ലാം ഇവർ തെറ്റിക്കുന്നു. ഇവർ ആ ഒരു വേസ്റ്റ് ലാൻഡിൽ തന്നെ ഒരുപാട് കാലം ജീവിച്ച് അവിടെ ഒരു പുതിയ രീതിയിലേക്ക് ആ ഒരു ട്രൈബ് മാറുന്നു. വളരെയധികം അഗ്രസീവായിട്ടുള്ള ഒരു നാവി ട്രൈബാണ് മാങ്ക്വാൻ. ഇവരുടെ ട്രൈബിൽ ഭാഗമാകണമെങ്കിൽ അയാൾ മറ്റൊരു നാവിയെ കൊന്നിരിക്കണം. അത്രത്തോളം ബ്രൂട്ടലാണ് ഇവരുടെ വേസ്. മാങ്ക്വാൻ ലീഡറാണ് വരാങ്. ആ ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിന് ശേഷം വളരെയധികം കഷ്ടപ്പാടിൽ വേസ്റ്റ് ലാൻഡിൽ ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന ആ ഒരു ഹോൾ ജനതയെ തന്നെ ഒരു വലിയ ലെവലിലേക്ക് എത്തിച്ചതും എയ്വയ്ക്കെതിരെ തിരിച്ചതും ഇപ്പോൾ ഫയർ ഉപയോഗിച്ച് എല്ലാ അറ്റാക്കുകൾ നടത്തുന്നതിനും കാരണക്കാരി വരാങ്കാണ്. അപ്പോൾ ഫയർ പീപ്പിൾ എന്നോ അല്ലെങ്കിൽ തീനാവികൾ എന്നിവരെ വിളിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ റീസൺസിലൊന്ന് തീ ഉപയോഗിച്ചുള്ള ഇവരുടെ വെപ്പൺസ് തന്നെയാണ്. അമ്പിലും വില്ലിലും അടക്കം തീ വെച്ചുള്ള അറ്റാക്കുകൾ. അത് തന്നെയാണ് ഇവരിപ്പോൾ വിൻഡ് ഷിപ്സിനും ചെയ്തത്. ആ ഒരു ഷിപ്സിനെതിരെ മുഴുവൻ തീ പറത്തി വിട്ടു. അത് കാരണം ആ ഷിപ്സ് എല്ലാം കൂടെ താഴേക്ക് വീഴുന്നു. തീനാവികൾ വിൻഡ് റൈഡേഴ്സിന്റെ എയർഷിപ്സ് അറ്റാക്ക് ചെയ്യാനുള്ള മെയിൻ റീസൺ ഇതിനകത്തുള്ള റിസോഴ്സസ് ആണ്. അതായത് ഇവർ പണ്ടോറയിൽ ഉടനീളം നടന്ന് കളക്ട് ചെയ്ത് വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഫുഡ് അടക്കമുള്ള സാധനങ്ങളുണ്ടല്ലോ, ഇതെല്ലാം ലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ കടന്നുവരവ്. കാരണം വേസ്റ്റ് ലാൻഡ്സിലാണ് ഈ പറഞ്ഞ ആശ്രൈബ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിച്ചു പോകാൻ ഇതൊക്കെ കൂടിയേ തീരൂ. എന്നാൽ അവരൊരിക്കലും നേരെ പോകാമെന്ന് ചോദിക്കുന്നവരോ അല്ല ബിസിനസ് നടത്തുന്നവരോ അല്ല, അഗ്രസീവായിട്ട് എല്ലാവരെയും കൊന്നുകളഞ്ഞ് ഈ ഒരു സാധനങ്ങൾ ലൂട്ട് ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് ഈ ഒരു അറ്റാക്ക് സംഭവിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ജേക്ക് സള്ളി ആൻഡ് ഫാമിലിനെ നടുക്ക് പെട്ടുപോയി എന്ന് മാത്രം. എന്തായാലും ആ ഒരു ഹോൾ ഷിപ്പ് തന്നെ തകർന്ന് താഴേക്ക് വീഴുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ജേക്ക് സള്ളിയും ബാക്കി ഫാമിലിയും സെപ്പറേറ്റ് ആവുന്നു. ഇതിനിടയിൽ അമ്പ് കൊണ്ട് നെയ്ത്തിരിക്ക് പരിക്കേൽക്കുന്നു. നെയ്ത്തിരിയുടെ ബാൻഷി നെയ്ത്തിരിയെ പറത്തി ഹൈ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നു. കുട്ടികൾ ഒരു സൈഡിൽ, നെയ്ത്തിരി മറ്റൊരു സൈഡിൽ, ജേക്ക് സള്ളി മറ്റൊരു സൈഡിൽ എന്നിങ്ങനെ ആ ഒരു ഹോൾ ഫാമിലി സെപ്പറേറ്റ് ആവുന്നു. തൻ്റെ മക്കളെ അന്വേഷിച്ച് നടക്കുന്ന ജേക്ക് സള്ളി പെട്ടെന്ന് കോർണർ ചെയ്യപ്പെടുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ക്വാറിച്ചടങ്ങുന്ന ഹ്യൂമൻസ് ആയിരുന്നു. ഹ്യൂമൻസ് ജേക്ക് സള്ളിയെ ട്രാക്ക് ചെയ്ത് അവസാനം പെടുത്തി. പക്ഷേ ജേക്ക് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ആ ഒരു തീനാവികളുടെ അറ്റാക്കും അതുമൂലം ക്വാറിച്ചിൻ്റെ മകനായ സ്പൈഡർ അടക്കമുള്ള കുട്ടികൾ സെപ്പറേറ്റ് ആയി പോയെന്നും അവരെ തപ്പിയാണ് താൻ നടക്കുന്നതെന്നും പറയുന്നു. എസ്പെഷ്യലി ക്വാറിച്ചിൻ്റെ ആ ഒരു ഓക്സിജൻ മാസ്കിനകത്തുള്ള ഓക്സിജൻ്റെ ലെവൽസ് വളരെ കുറവാണെന്നും പെട്ടെന്ന് കണ്ടെത്തിയില്ലെങ്കിൽ അയാൾ മരിക്കാനും വരെ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ ക്വാറിച്ചും ജേക്ക് സള്ളിയും കൂടെ അവസാനം ഒരുമിക്കുകയാണ്. അതായത് നായകനും വില്ലനും ഒരുമിക്കുകയാണ് സ്പൈഡർ എന്ന തങ്ങളുടെ മകനെ തേടി. അതായത് ബയോളജിക്കലി ക്വാറിച്ചിന്റെ മകനാണ് സ്പൈഡർ എങ്കിലും വളർത്തച്ഛനായിട്ടുണ്ടായിരുന്ന ജേക്ക് സള്ളിയാണല്ലോ. സോ രണ്ടുപേരും ഈ ഒരു സ്പൈഡറിന്റെ അച്ഛന്മാരാണ്. അതുകൊണ്ട് തന്നെ ഇരുവരും അവരുടെ ആ ഒരു ഡിഫറൻസസ് മാറ്റി വെച്ചിട്ട് തപ്പിയിറങ്ങുകയാണ്. മാത്രമല്ല സ്പൈഡറിന്റെ ആ ഒരു ഓക്സിജൻ മാസ്ക് ഉണ്ടായിരുന്നില്ല, അതിന്റെ ബാക്കപ്പും എടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ എത്രയും പെട്ടെന്ന് കണ്ടെത്തിയില്ലെങ്കിൽ ഇവിടെ പണ്ടോറയിൽ ശ്വാസം കിട്ടാതെ സ്പൈഡർ മരിച്ചു വീഴും. നെയ്ത്തിരി ഇക്രാൻ അവരുടെ സ്വന്തം സ്ഥലമായിട്ടുള്ള ഒമ്മട്ടിക്കായ താമസിക്കുന്ന ആ ഒരു ഹൈ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ചിട്ട് നെയ്ത്തിരിയുടെ അമ്മയായ സഹീഖ് മോവാട്ട് നെയ്ത്തിരിയെ ചികിത്സിക്കുന്നു. അങ്ങനെ നെയ്ത്തിരിയുടെ ആ ഒരു മുറിവെല്ലാം ഭേദമാവുന്നു. ഇതേ സമയം ലൊവാക്ക് തൻ്റെ കയ്യിലൊരു റൈഫിൾ ഗണ്ണുമായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു ഗണ്ണ് കഴിഞ്ഞ സിനിമയിലെ ആ ഒരു സംഭവങ്ങൾക്ക് ശേഷം ഹ്യൂമൻസിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയതാണ്. അപ്പോൾ ഈ ഒരു ഗണ്ണ് ഉപയോഗിച്ചിട്ട് ആ ഒരു ഫയർ ക്ലാനെ നേരിട്ട് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവഞ്ച്വലി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വരുന്നു. അങ്ങനെ കിഡ്സ് എല്ലാം കൂടി ഓടി രക്ഷപ്പെടുന്നതിനിടയിലാണ് സ്പൈഡറിൻ്റെ മാസ്കിലെ ഓക്സിജൻ നഷ്ടമാവുന്നത്. അതായത് ജേക്ക് സള്ളിയും ക്വാറിച്ചും എന്താണോ പറയുന്നത് അത് തന്നെ സംഭവിക്കുന്നു. സ്പൈഡറിൻ്റെ മാസ്കിനുള്ളിലെ ഓക്സിജൻ പൂർണ്ണമായും ഇല്ലാതാകുന്നു. തിരികെ പോയി ബാക്കപ്പ് എടുക്കാൻ യാതൊരു വഴിയുമില്ല, കാരണം അവിടെയെല്ലാം തീനാവികളാണ്. സോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്പൈഡർ. അപ്പോഴാണ് ഇവർക്ക് ചുറ്റും നേരത്തെ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഉണ്ടായിരുന്ന അപ്പുപ്പന്താടി പോലത്തെ സീഡ്സ് ഇല്ലേ, അതിങ്ങനെ പറന്നു വരുന്നത്. അപ്പോൾ കിരിക്ക് ചുറ്റുമാണ് ഇത് പറക്കുന്നത്. കിരിയും എയ്വയും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് കണക്ഷൻ സെക്കൻഡ് പാർട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. കിരിയുമായൊരു കടുത്ത കണക്ഷൻ തന്നെ എയ്വ എന്ന ആ ഒരു
പ്ലാനറ്ററി ഗോഡസിനുണ്ട്. അപ്പോൾ കിരിക്ക് ആരോ ഇൻസ്ട്രക്ഷൻ തരുന്നതായിട്ട് തോന്നുന്നത് എയ്വ തന്നെയാണ്. എയ്വയാണ് കിരിക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെ സ്പൈഡറിനെ രക്ഷിക്കാമെന്ന്. അപ്പോൾ അത് കിരി ബാക്കി കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ ലോവാക്ക് സ്പൈഡറിനെ ഗ്രൗണ്ടിലോട്ട് കടത്തുന്നു. മൃഗങ്ങൾ തൊട്ട് ആൻസസ്ട്രൽ പ്ലെയിൻ വരെയുള്ള പണ്ടോറയുടെ ആ ഒരു നെർവൽ സിസ്റ്റവുമായിട്ട് നാവികൾ കണക്കല്ലോ, അതിനെ കുറു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ കിട്ടിയ അനുസരിച്ചിട്ട് തൻ്റെ കുറു കിരി അവിടുത്തെ മരങ്ങളുടെ വേരുകളുമായി കണക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്തോ ഒരു പ്രതിഭാസം സംഭവിക്കുന്നു. ആദ്യ സിനിമ അവസാനിക്കുന്നത് നമുക്കറിയാം ജേക്ക് സള്ളിയുടെ ഹ്യൂമൻ ബോഡിയിൽ നിന്നും മുഴുവൻ കോൺഷ്യസ്നെസ് അവതാർ ബോഡിയിലേക്ക് മാറ്റി നിർത്തേക്കായിരുന്നു. അതുപോലെ ആ ഒരു സമയത്ത് ആ ഒരു ബോഡി മുഴുവൻ പൊതിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വേരുകളുടെ 4 പോലത്തെ പോർഷൻസ് ഉണ്ടല്ലോ, മുഴുവൻ ജേക്ക് സള്ളിയെ പൊതിഞ്ഞ്. അങ്ങനെയാണ് ആ ജേക്ക് സള്ളിയുടെ ആ ഒരു കോൺഷ്യസ്നെസ് മുഴുവനായിട്ടും അവതാറിൻ്റെ ബോഡിയിലേക്ക് കയറുന്നത്. അതുപോലെ തന്നെ ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. അത്തരത്തിലുള്ള 4 പോലുള്ള വേരുകൾ സ്പൈഡറിനെ മുഴുവനായി പൊതിയുന്നു. അത് സ്പൈഡറിൻ്റെ മൂക്കിനകത്തേക്ക് കയറിപ്പോകുന്നു. അങ്ങനെ അതിനകത്തേക്ക് കയറി എന്തോ ഒരു പ്രതിഭാസം സംഭവിച്ചിട്ട് സ്പൈഡറിന് ശ്വസിക്കാൻ പറ്റുന്നു. അതായത് സ്പൈഡർ പണ്ടോറയിൽ ഒരു ഓക്സിജൻ മാസ്ക് ഒന്നുമില്ലാതെ അല്ലെ അവതാർ ആവാതെ ആദ്യമായി ശ്വസിക്കുന്നൊരു മനുഷ്യനായിട്ട് മാറുന്നു. അപ്പോൾ ഈ സ്പൈഡറിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സീഡ് പോയിട്ടുണ്ട്. നമ്മൾ നേരത്തെ അപ്പൂപ്പന്താടി പറക്കുന്നുണ്ടല്ലോ, അതുപോലൊരു സീഡ് സ്പൈഡറിൻ്റെ ഉള്ളിലുണ്ട്. അത് കാരണമാണ് ഇപ്പോൾ ശ്വസിക്കാൻ സാധിക്കുന്നത്. ഇതിന് കാരണം എയ്വയാണ്. എയ്വ കിരിയുടെ പ്രാർത്ഥന കേട്ടു. അതിൻ്റെ എയ്വയ്ക്ക് മനസ്സിലായി സ്പൈഡറിനെ ഇങ്ങനെ ബ്രീത്തിങ് എബിലിറ്റി കൊടുക്കേണ്ടത് റൈറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന്. അങ്ങനെ ഒരു മാജിക് എന്ന വണ്ണം ഇപ്പോൾ ഹ്യൂമൻ ആയിട്ടുള്ള സ്പൈഡറിന് പണ്ടോറയിൽ ശ്വസിക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല സ്പൈഡറിൻ്റെ ബാക്കിൽ ഈ പറഞ്ഞ കുറുവും വളരാൻ തുടങ്ങുന്നു. അതായത് പണ്ടോറയിലെ നാവികളുടെ പല എബിലിറ്റീസും ബേസിക്കായിട്ട് ഈ പറഞ്ഞ ബ്രീത്ത് ചെയ്യാനും കണക്ട് ചെയ്യാനുള്ള എബിലിറ്റീസ് ഒക്കെ തന്നെ സ്പൈഡറിന് കിട്ടുന്നു. പക്ഷേ സ്പൈഡർ ബാക്കി എല്ലാ കാര്യങ്ങളും കൊണ്ട് ഹ്യൂമനായിട്ട് തന്നെ തുടരും. ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ പറയുവാണെന്നുണ്ടെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റംസ് നേരത്തെ സ്പൈഡർ ഉണ്ടായിരുന്നത് ഒരു ഹ്യൂമൻ്റേതാണ്. പക്ഷേ ഇപ്പോൾ അത് റീപ്ലേസ് ചെയ്യപ്പെട്ട ഒരു നാവിയുടേതായി മാറി. അതുകൊണ്ട് തന്നെ നാവികൾക്ക് ഇവിടെ ശ്വസിക്കാൻ പറ്റുന്ന പോലെ സ്പൈഡറിന് ശ്വസിക്കാൻ, നാവികൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് പോലെ ഇപ്പോൾ ആ ഒരു കുറു വെച്ചിട്ട് കണക്ട് ചെയ്യാനും പറ്റും. ഇതിനെല്ലാം കാരണം ആ അകത്തുള്ളൊരു സീഡാണ്. ഒറിജിനലി അവതാർ 3യുടെ ടൈറ്റിൽ ദ സീഡ് ബെയർ എന്നായിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ ആ ഒരു ആക്യുറേറ്റ് അർത്ഥം ഈ ഒരു സീനിലൂടെ മനസ്സിലാവുന്നത്. അങ്ങനെ സ്പൈഡറിന് ജീവൻ കിട്ടി ആഹ്ലാദത്തിൽ പിള്ളേരെല്ലാം നിൽക്കുന്ന സമയത്താണ് ആഷ്ലാൻ്റെ കടന്നു വരവ്. അങ്ങനെ ആഷ്ലാൻ ഇവരെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ട് പോകുന്നു. ഈ ലോവാക്കിൻ്റെ കയ്യിൽ ആ ഒരു റൈഫിൾ ഗൺ ഉണ്ടായിരുന്നല്ലോ, അത് വെച്ച് ഇവരെ നേരത്തെ അറ്റാക്ക് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇതിനെ ഇവർ ഈ ആഷ് പീപ്പിൾ തണ്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ ആ ഒരു പവർ കൈ കിട്ടുന്നുണ്ട്, ഈ വെപ്പൺ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയണമെന്നുണ്ട്. പക്ഷേ ലോവാക്ക് ഒബ്വിയസ്ലി അതൊന്നും പഠിപ്പിച്ചു തരില്ല എന്ന് തന്നെ പറയുന്നു. പിന്നീട് ഇവരെ തേടിയെത്തി ജേക്ക് സള്ളിയും ക്വാറിച്ചും ആഷ്ലാൻ്റെ പിടിയിലാകുന്നു. അവിടെ വെച്ച് ക്വാറിച്ചിനോട് ഈ വരാങ്ക് ആവശ്യപ്പെടുകയാണ് തന്നെ ഈ ഗൺ എങ്ങനെ യൂസ് ചെയ്യുന്നത് പഠിപ്പിക്കണമെന്ന്. ക്വാറിച്ച് അത് ചെയ്തു കൊടുക്കുന്നു. എന്നാൽ എയ്വയുമായി കണക്ഷനുള്ള കിരി തൻ്റെ ആ ഒരു പവർ ഉപയോഗിച്ച് കുറേ പ്ലാൻസിനെ ഈ ഒരു ആഷ്ലാനെതിരെ തിരിക്കുന്നു. അങ്ങനെ കുറേ ഫൈറ്റേഴ്സൊക്കെ കില്ല് ചെയ്യപ്പെടുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇവർ ഓടി രക്ഷപ്പെടുകയാണ്. എന്നിട്ട് രാത്രി ഇവരൊരു സേഫ് പ്ലേസിൽ കഴിച്ചു കൂട്ടുന്നു. പിറ്റേ ദിവസം ജെയ്ക്കിനെയും പിള്ളേരെ രക്ഷിക്കാൻ വേണ്ടി ഹൈ ക്യാമ്പിൽ നിന്നും നെയ്ത്തിരി നയിക്കുന്ന റെസ്ക്യൂ ഗ്രൂപ്പ് വരുന്നു. എന്നാൽ ക്വാറിച്ചിനെ കൊണ്ട് അസിസ്റ്റൻ്റായ ലൈലും ഓൾറെഡി അവരുടെ പോസ്റ്റുകളിലേക്ക് രക്ഷപ്പെട്ട് ഓടിപ്പോയിരുന്നു. കാരണം ഈ നെയ്ത്തിരിയുടെ കയ്യിലൊക്കെ കിട്ടിയാൽ പിന്നെ ബാക്കി പറയണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഹൈ ക്യാമ്പിലേക്ക് അവർ തിരികെ എത്തുന്നു. അവിടെ വെച്ചിട്ട് ഈ സ്പൈഡറിൻ്റെ ബോഡി അവിടെയുള്ള സയൻറ്റിസ്റ്റുകൾ എക്സാമിൻ ചെയ്യുന്നു. അപ്പോൾ അതിലൂടെ നേരത്തെ പറഞ്ഞാൽ സീഡിൻ്റെ സംഭവങ്ങളും ഇത് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഹ്യൂമൻസിനും പണ്ടോറയിൽ ശ്വസിക്കാനുള്ള കഴിവ് കിട്ടുമെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നു. സോ സ്പൈഡർ ഒരു വലിയ ഡേഞ്ചറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സ്പൈഡറിനെ കിട്ടിക്കഴിഞ്ഞ ഹ്യൂമൻസ് കീറി മുറിച്ച് ആ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് എല്ലാ ഹ്യൂമൻസിനും പണ്ടോറയിൽ ശ്വസിക്കാവുന്നൊരവസ്ഥയാവും. പിന്നെ പണ്ടോറയുടെ സർവനാശമാണ്. നെയ്ത്തിരി പറയുകയാണ് സ്പൈഡറിനെ സാക്രിഫൈസ് ചെയ്യുന്നത്. സ്പൈഡറിനെ കൊന്നു കളഞ്ഞേക്ക്, ഇല്ലെങ്കിൽ ഒരു ടെക്നോളജി കഴിക്കട്ടെ, ഹ്യൂമൻസിന് മുഴുവൻ ഭൂമിയിൽ പോലെ തന്നെ പണ്ടോറയിലും ബ്രീത്ത് ചെയ്യാൻ പറ്റും, അവർ പണ്ടോറ മുഴുവൻ നശിപ്പിക്കും എന്നുള്ളത്. എന്നാൽ ജെയ്ക്ക് അതിന് സമ്മതിച്ചു കൊടുക്കുന്നുമില്ല. ഈ ഒരു സമയത്തിനിടയിലാണ് കിരി തൻ്റെ ബർത്തിനെ പറ്റി മനസ്സിലാക്കുന്നത്. സെക്കൻഡ് പാർട്ടിൽ കാണിച്ചിരുന്നത് ഗ്രേസ് അഗസ്റ്റിൻ്റെ ആ ഒരു അവതാറിൽ നിന്നും പ്രസവിച്ചാണ് കിരി ഉണ്ടായത്. ആൻഡ് കിരി ഒരു ബേസിക്കലി ഒരു ക്ലോൺ പോലാണ് ഗ്രേസിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ എന്ന് പറയാം. സെയിം ആക്ട്രസ് തന്നെയാണ് രണ്ടും വോയിസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും കിരി ഉണ്ടായത് പാർത്തനോജിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രക്രിയയിലൂടെയാണ്. അതായത് എയ്വയുടെ സ്വന്തം കുട്ടിയാണ് കിരി. കിരിക്ക് ഒരു ഫാദർ ഇല്ല, മറിച്ച് എയ്വയുടെ സ്വന്തം കുട്ടിയായിട്ടാണ് കിരി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എയ്വയുമായിട്ട് ഇത്രയധികം കണക്ഷൻസ് കിരിക്കുള്ളത്. രണ്ടാം സിനിമയിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഏലിയൻ തിമിംഗല സ്പീഷീസ് ആയ ടുൾക്കുണെ ഓർമ്മയില്ലേ? അക്കൂട്ടത്തിൽ തന്നെ പയക്കാൻ എന്ന് പറഞ്ഞൊരു തിമിംഗലവുമായിട്ടായിരുന്നല്ലോ ലോവാക്കിന് കൂടുതൽ അടുപ്പം. അപ്പോൾ ആ ഒരു സിനിമയിൽ കാണിക്കുന്ന പയക്കാൻ ഒരു ഔട്ട്കാസ്റ്റ് ആയിട്ടാണ്. കാരണം ഈ പറയുന്ന തുൾക്കുൺ എന്ന് പറയുന്ന തിമിംഗല സ്പീഷീസിന് ശരിക്കും ഒരു പാസിഫിസ്റ്റ് സ്വഭാവമാണ്. അതായത് അവർ വേറെ ആരെയും കൊല്ലില്ല, അങ്ങനെയൊക്കെ കുറേ റൂൾസ് ഉണ്ട്. പക്ഷെ അത് പയക്കാൻ തെറ്റിച്ചു എന്നുള്ളൊരു തെറ്റിദ്ധാരണ കൊണ്ടാണ് പുറത്താക്കുന്നത്. പക്ഷെ ശരിക്കും പയക്കാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ സെക്കൻഡ് പാർട്ടിലെ ആ ഒരു ഫൈറ്റിനിടയിൽ നാവികളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെ കുറേ ഹ്യൂമൻസിനെ പയക്കാൻ കൊന്നു. സോ
ഒഫീഷ്യലി പയക്കാൻ കുറേ പേരെ കൊന്നിരിക്കുകയാണ്. അതുകൊണ്ട് ടുൾക്കൂൺ ഇപ്പോൾ ഒരു കൗൺസിൽ കൂടി, തിമിംഗലങ്ങളെല്ലാം കൂടെ വെള്ളത്തിനൊരു കൗൺസിൽ കൂടി ഒഫീഷ്യലി തന്നെ പയക്കാനെ പുറത്താക്കുകയാണ്. എന്നാൽ ലോവാക്ക് ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നു. കാരണം ഈ പറയുന്ന പയക്കാൻ ഒരു ഔട്ട്കാസ്റ്റ് ആണെങ്കിൽ താനും ഒരു ഔട്ട്കാസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നു. എന്നാൽ ജെയ്ക്ക് സള്ളി അവിടേക്ക് വന്നിട്ട് നെട്ടയാമിൻ്റെ മരണത്തിന് കാരണക്കാരൻ ലോവാക്കാണ് എന്ന രീതിയിലുള്ള ഒരു ടോക്കൊക്കെ വന്നതോടെ ലോവാക്കിന് ഒരുപാട് ഡീപ്ലി ഹർട്ടാവുന്നു. അങ്ങനെ ലോവാക്ക് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു. പക്ഷെ അവിടേക്ക് എത്തിയ കിരിയും സിരിയും ലോവാക്കിനെ സ്റ്റോപ്പ് ചെയ്ത് കംഫോർട്ടൊക്കെ ചെയ്യുന്നു. അങ്ങനെ ലോവാക്ക് നെയ്റ്റിരിയുടെ ആ ഒരു അമ്പും വില്ലും ഒക്കെ സെറ്റ് ചെയ്തിട്ട് പയക്കാനെ കണ്ടുപിടിക്കാൻ വേണ്ടി അവിടുന്ന് ലീവ് ചെയ്യുന്നു. ഹ്യൂമൻസിന്റെ RD ലീഡ് ചെയ്യുന്നത് ജനറൽ ഫ്രാൻസിസ് ആർട്ട്മോർ ആണ്. അക്കൂട്ടത്തിലേക്ക് ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ ആദ്യ ഭാഗത്തിൽ കണ്ട അഡ്മിനിസ്ട്രേറ്ററായ പാർക്കർ സെൽഫ്രിഡ്ജും തിരികെ വരുന്നുണ്ട്. ഇവരുടെ ബേസ് ആയിട്ടുള്ള ബ്രിഡ്ജേർഡ് സിറ്റിയിൽ നിന്നിട്ട് പണ്ടോറയുടെ എൻവയോൺമെന്റ് ഇവരിപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേസമയം കേണൽ ക്വാറിച്ച് ആഷ് പീപ്പിൾ അഥവാ തീനാവികളുടെ വില്ലേജിലേക്ക് പോകുന്നു. അവർക്ക് സപ്ലൈ ഓഫ് ഫയർ ആംസും ഫ്ലെയിം തോവേഴ്സ് ഗണ്ണും ബോംബും എല്ലാ സാധനങ്ങളുമായിട്ട് പോകുന്നു. അപ്പോൾ ഇത് കൊണ്ടുപോകുന്നത് വെറുതെ അല്ല, ഒരു നെഗോഷിയേഷന് വേണ്ടിയിട്ടാണ്. ഈ പറഞ്ഞ വെപ്പൺസ് എല്ലാം ഈ തീനാവികൾക്ക് കൊടുക്കാം, പക്ഷെ പകരം സ്പൈഡറിനെ ഇവർക്ക് പിടിച്ചു കൊടുക്കണം. കാരണം സ്പൈഡറിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സീഡിനെയൊക്കെ പറ്റി കണ്ടുപിടിച്ച് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻസ് എല്ലാം ബ്രീത്ത് ചെയ്യാമല്ലോ. അപ്പം കേണൽ ക്വാറിച്ച് വരാങ്കിന് ഓഫർ ചെയ്യുന്നത് ഹ്യൂമൻസും ഈ പറഞ്ഞ തീനാവികളായിട്ടുള്ള ഒരു കൊളാബറേഷനാണ്. തീനാവികൾക്ക് അവരുടേതായ ഒരു കിങ്ഡം ഉണ്ടായിരിക്കും. അതേപോലെ ഏതൊരു ക്ലാൻ ആണെങ്കിലും ടെറിട്ടറി ആണെങ്കിലും ഹ്യൂമൻസും തീനാവികളും കൂടെ ഒരുമിച്ച് ചേർന്ന് അത് പിടിച്ചടക്കാമെന്നും പണ്ടോറയെ ഒരുമിച്ച് ഭരിക്കാമെന്നും ഒക്കെയാണ് ക്വാറിച്ച് പറയുന്നത്. ഈ ഒരു സംഭവത്തിൽ വരാങ് വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ട് ക്വാറിച്ചിൻ്റെ ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നു. കിരി സ്പൈഡറിനെ വൈൽഡ് ലൈഫുമായിട്ടും പണ്ടോറയുടെ നേച്ചറുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഇവർ തമ്മിൽ റൊമാൻറ്റിക് കണക്ഷൻ വരികയും ഇവർ കിസ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഇവരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണ് തീനാവികൾ. അങ്ങനെ സ്പൈഡറിനെ RDA ബേസിലേക്ക് ഫോഴ്സിബിളി അനാലിസിസിന് വേണ്ടി കൊണ്ടുപോവുകയാണ്. ക്വാറിച്ച് മെക്കൈന വില്ലേജിലേക്ക് RDAയും അതേപോലെ തീനാവികളും കൂടി ഒരുമിച്ച് ചേർത്തൊരു വമ്പൻ ഫോഴ്സായിട്ട് അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. ജെയ്ക്ക് സറണ്ടർ ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം നശിപ്പിക്കുന്നൊരു ഭീഷണിയും. അങ്ങനെ വേറെ വഴിയില്ലാതെ ജെയ്ക്ക് സള്ളി സറണ്ടർ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ജെയ്ക്ക് സള്ളിയെ അവിടെ കൊണ്ടുപോയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനാണ് ഇവരുടെ പ്ലാൻ. കാരണം ഹ്യൂമൻസിന് അത്രത്തോളം ദേഷ്യം ജെയ്ക്ക് സള്ളിയോടുണ്ട്. ഒരു ട്രൈറ്ററായിട്ടാണ് ഇവർ ജെയ്ക്കിനെ കാണുന്നതെന്ന് അറിയാമല്ലോ. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ആ ഒരു തിരിച്ച് RDA ബേസിലേക്ക് പോകുന്നു. RDAയുടെ മെയിനായിട്ടുള്ളവർക്ക് ഈ തീനാവുകളൊന്നും ബേസിൽ കൊണ്ടൊന്നും ഇഷ്ടമല്ല, പക്ഷെ ക്വാറിച്ച് അവരെ അങ്ങ് കൊണ്ടുവന്നു. ഇതിനിടയിൽ കേണൽ മൈൽസ് ക്വാറിച്ചും പിന്നെ വരാങ്ങും തമ്മിലൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു. അതായത് ഫസ്റ്റ് പാർട്ടിലെ ജെയ്ക്ക് സള്ളിയുടെ ആ ഒരു ക്യാരക്ടർ ആർക്ക് ഉണ്ടല്ലോ, അത് തേർഡ് പാർട്ടിൽ അതിൽ വില്ലനായിട്ടുള്ള ക്വാറിച്ചിന് പക്ക പാരലായിട്ട് വന്നിരിക്കുകയാണ്. അന്ന് ഹ്യൂമനായിരുന്ന ജെയ്ക്ക് സള്ളി തൻ്റെ അവതാർ ബോഡിയിൽ ഒരു നാവിയായ നെയ്റ്റിരിയുമായിട്ട് പ്രണയത്തിലാവുന്നു. പക്ഷേ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ എക്സാക്റ്റ് പാരലായിട്ട് തൻ്റെ നാവി ബോഡിയിൽ ക്വാറിച്ച് വരാങ്കുമായിട്ട് പ്രണയത്തിലാവുന്നു. അപ്പോൾ ലോവാക്ക് തൻ്റെ ഫ്രണ്ടായിട്ടുള്ള പയക്കാനെ കണ്ടുപിടിക്കുകയും ബാക്കി ഓഷ്യൻ നാവിഗേഴ്സ് ആ ഫ്രണ്ട്സുമായിട്ടുള്ള റിയൂണിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനിടയിൽ RDAയുടെ ഈ വെയിൽസിൻ്റെ ഓപ്പറേഷൻസ് ഉണ്ടല്ലോ, അവരൊരു കാര്യം കണ്ടുപിടിക്കുകയാണ്. ഒരു ആനുവൽ മീറ്റിംഗ് ഇവൻറ്റ് വരികയാണ് ഈ ടുൾക്കുണ്ടെ. അപ്പോൾ 100 കണക്കിന് ടുൾക്കുനുകൾ ഒരൊറ്റ സ്ഥലത്തെ ഓഷ്യൻ്റെ ഇടയിൽ ഗ്യാദർ ചെയ്യുന്നുണ്ടെന്ന് ഇവർ കണ്ടുപിടിക്കുന്നു. സെക്കൻഡ് പാർട്ട് കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഈ ടുൾക്കുണുകളുടെ ബ്രെയിൻ ജ്യൂസ് എന്നൊക്കെ പറയുന്നതാണ് ഇവർ അമൃതമായിട്ട് പറയുന്നത്. അതായത് നമ്മുടെ ഹിന്ദു പുരാണത്തിലെ അമൃതം തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്ന ഒരു കോൺസെപ്റ്റ്. ഇതിലെ കാര്യങ്ങൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ജ്യൂസിനകത്തെ കാര്യങ്ങൾ കൺസ്യൂം ചെയ്ത ഹ്യൂമൻസിന് കൂടുതൽ കാലം ജീവിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ടുൾക്കുണുകളെ കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഈ പറഞ്ഞൊരു ആനുവൽ മീറ്റിംഗ് ഇവൻറ്റ് വരുന്നതുകൊണ്ട് 100 കണക്കിന് ടുൾക്കുണുകൾ ഒറ്റയടിക്ക് വരും. സോ ഇവരെല്ലാം കൊന്ന് ഇവരുടെ ഉള്ളിലെ ആ ഒരു എസൻസ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ അമൃതം ഉണ്ടാക്കാൻ സാധിക്കും. എന്നാൽ ഇക്കൂട്ടത്തിലെ ഒരു ബയോളജിസ്റ്റായിട്ടുള്ള ഇയാൻ ഗാർവിൻ ഇതിനെ എതിർക്കുന്നുണ്ട്. പക്ഷേ RDA അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. നെയ്റ്റിരി പഴയ മുറികളിൽ നിന്ന് റിക്കവർ ചെയ്തിട്ട് RDA ബേസ് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു. തൻ്റെ ഭർത്താവായ ജെയ്ക്ക് സള്ളിയെ രക്ഷിക്കാൻ വേണ്ടി ഒറ്റയ്ക്കാണ് നെയ്റ്റിരി വന്നിരിക്കുന്നത്. ഇതേ സമയം നമ്മൾ നേരത്തെ പറഞ്ഞ സയൻറ്റിസ്റ്റായി ഇയാൻ ഒരു ബുൾഡോസർ എടുത്ത് ജെയ്ക്ക് ഉണ്ടായിരുന്ന ഗ്ലാസ് കണ്ടെയ്നർ പൊട്ടിച്ച് ജെയ്ക്കിനെ ഫ്രീ ചെയ്യുന്നു. അങ്ങനെ ജെയ്ക്കും സ്പൈഡറും കൂടെ ഒരുമിച്ച് ഓടിപ്പോവാണ്. സോ ഇവർക്ക് വെടിവെക്കാൻ പോലും പറ്റത്തില്ല. കാരണം സ്പൈഡറിനെ ഒരു ഹ്യൂമൻ ഷീൽഡായിട്ടാണ് ജെയ്ക്ക് യൂസ് ചെയ്യുന്നത്. സോ സ്പൈഡറിനെ കൊന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഹ്യൂമൻസിന് ആ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി എന്നേക്കുമായി ഇല്ലാതാവും. സോ ആ ഒരു ഹാക്ക് ഉപയോഗിച്ചിട്ട് ഇവർ രണ്ടുപേരും കൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. നെയ്റ്റിരിയോടൊപ്പം ഇക്രായിൽ കയറി ജെയ്ക്ക് സള്ളി സ്പൈഡർ രക്ഷപ്പെടുന്നു. പോകുന്ന വഴിക്ക് സ്പൈഡറിനെ കൊന്നാലൊന്ന് ജെയ്ക്ക് സള്ളി ആലോചിക്കുന്നു. കാരണം ഈ പറഞ്ഞ ആ ഒരു സീഡിന്റെ ടെക്നോളജി പുറത്തു വന്നാൽ ഹ്യൂമൻസിനെല്ലാം ബ്രീത്ത് ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷെ നെയ്റ്റിരിയാണ് ഓർമ്മിപ്പിക്കുന്നത് ഈ ജെയ്ക്കിന്റെ ജീവൻ നേരത്തെ രക്ഷിച്ചത് സ്പൈഡറാണ്. അതേപോലെ സ്പൈഡറിനെ താനിപ്പോൾ ഫാമിലിയായി അംഗീകരിച്ചു. അതായത് സിനിമയുടെ തുടക്കത്തിൽ നെയ്റ്റിരി ആയിരുന്നു സ്പൈഡറിനെ കൊല്ലണം എന്ന രീതിയിൽ നിന്നതും എതിർത്ത് നിന്നതും. ഇപ്പോൾ ജെയ്ക്ക് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ നെയ്റ്റിരി നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സ്പൈഡറിനെ ഫാമിലിയായി അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു മൊമെന്റ് ഫുൾ സർക്കിൾ ആവും.
മെക്കൈന ഓഷ്യൻ വില്ലേജിലേക്ക് തിരികെ വരുന്ന ജെയ്ക്ക് ടുൾക്കൂൺ കൗൺസിലിൻ്റെ അടുത്ത് പോയി നടക്കാൻ പോകുന്ന ആ ഒരു ബിഗ് മസാക്കറിനെ പറ്റിയിട്ട് പറയുന്നു. നിങ്ങളെ എല്ലാവരെയും ഒറ്റയടിക്ക് ഹ്യൂമൻസ് കൊന്ന ബ്രെയിൻ ജ്യൂസായ അമൃത എടുക്കാൻ പോവുകയാണെന്നൊക്കെ. പക്ഷേ ഇവരെപ്പോഴും തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നില്ല എന്നൊരു മൂഡിലാണ്. അതായത് ഇവർ ട്രഡീഷൻ ആണല്ലോ, ആരെയും കൊല്ലില്ല എന്നുള്ളത് റൂൾസ് പോലാണല്ലോ, അത് ബ്രേക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് ലോവാക്ക് പയക്കാനെയും കഴിഞ്ഞ സിനിമയിൽ അറ്റാക്കിൽ സർവൈവ് ചെയ്തിട്ടുണ്ടായിരുന്ന ടനോക്ക് എന്ന് പറഞ്ഞാൽ മറ്റൊരു ടുൾക്കൂണയും കൂടെ കൊണ്ടുവരുന്നത്. സോ ടനോക്കിൻ്റെ ഇഞ്ചുറീസ് മാരകമായിരുന്നു. ഹ്യൂമൻസ് ഇത്രയും കാര്യങ്ങൾ ടനോക്കിനോട് ചെയ്തു, ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്കും വേണ്ടതെന്ന രീതിയിലൊരു ചിന്ത വന്നതോടുകൂടി ഈ പറഞ്ഞ ടുൾക്കൂൺ കൗൺസിൽ റീകൺസിഡർ ചെയ്യുകയാണ്. അവരുടെ ഹോൾ ട്രഡീഷനേക്കാളും വലുത് സർവൈവലാണ് എന്നുള്ളത്. എന്നാൽ ഇത്രയും വലിയൊരു യുദ്ധം വരുമ്പോൾ ജെയ്ക്കിന് കൂടെ നിൽക്കാൻ തൻ്റെ ഒരു പഴയ സുഹൃത്തിനെ കൂടെ വേണമായിരുന്നു. അവതാർ 2ാം ഭാഗത്ത് നമ്മൾ ഏറ്റവും അധികം മിസ് ചെയ്ത സാക്ഷാൽ ടൊറൂക്ക്. അതെ, ജെയ്ക്ക് തൻ്റെ ടൊറൂക്കിനെ തിരികെ വിളിച്ച് ടൊറൂക്ക് മാക്തുവായി വീണ്ടും മാറുന്നു. പിറ്റേന്ന് ഹ്യൂമൻസിന്റെ ഷിപ്പുകൾ ടുൾക്കൂണുകളെ കൊല്ലാൻ വേണ്ടി എത്തിയപ്പോഴേക്കും ടൊറൂക്ക് മാക്തുവായി ജെയ്ക്ക് നയിക്കുന്ന നാവിപ്പട ഹ്യൂമൻസിനെ നേരിടുന്നു. ആ ഒരു ഫൈറ്റിൽ മുൻതൂക്കം ഉണ്ടായിരുന്നത് നാവികൾക്ക് തന്നെയായിരുന്നു. എന്നാൽ പെട്ടെന്ന് കേണൽ ക്വാറിസും തീനാവികളും കൂടെ അവിടെ എത്തി മറ്റൊരു അറ്റാക്ക് വരുത്തുന്നത് ഇവർക്ക് വലിയൊരു പണിയായിട്ട് മാറുന്നു. തീനാവികളുടെ അറ്റാക്കിംഗ് സ്റ്റൈല് അത്രത്തോളം അഗ്രസീവും ബ്രൂട്ടലും ആയതുകൊണ്ട് തന്നെ ഹെവി കാഷ്വാലിറ്റീസ് തന്നെ ഉണ്ടാകുന്നു. റൊണാൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓഷ്യൻ ക്ലാനിലെ മദർ ക്യാരക്ടർ ഉണ്ടല്ലോ, ഓൾറെഡി പ്രഗ്നൻ്റ് ആയിരുന്ന ക്യാരക്ടർ, ആ ഒരു റൊണാൾഡിന് നല്ല രീതിയിൽ പരിക്കേൽക്കുകയും അങ്ങനെ ചൈൽഡ് ബർത്ത് സംഭവിക്കുന്നു. എന്നാൽ റൊണാൾഡ് മരിക്കുന്നു. അങ്ങനെ റൊണാൾഡെ കൈക്കുഞ്ഞുമായിട്ട് നെയ്ത്തിരി നിൽക്കുന്ന സമയത്ത് ക്വാർച്ചും വരാങ്ങും നെയ്ത്തിരിയെ പിടിച്ചുകൊണ്ട് പോകുന്നു. ജെയ്ക്കും ലോവാക്കും നെയ്ത്തിരിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോകുന്നു. അതിനിടയിൽ സ്പൈഡർ വന്നിട്ട് ക്വാർച്ചിനോട് പറയുന്നു, നെയ്ത്തിരിയെ വെറുതെ വിടൂ, അതിന് പകരം എന്നെ എടുക്കൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ക്വാർച്ച് സ്പൈഡറിനെ കൊണ്ട് പറന്നു പോകുന്നു. അതിൽ ജെയ്ക്ക് ചാടിപ്പോയി മിഡ് ഫ്ലൈറ്റിൽ ക്വാർച്ചുമായിട്ട് ഫൈറ്റ് ആവുന്നു. അങ്ങനെ ഇവർ ഫ്ലോട്ട് ചെയ്യുന്ന റോക്സിലേക്ക് വീഴുന്നു. അവിടെ ഇവർ തമ്മിലുള്ള ക്വാർച്ച് വേഴ്സസ് ജെയ്ക്ക് സള്ളി എന്നുള്ള ഒരു ക്ലാസിക് ഫൈറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നല്ലവരായ നാവികൾ യുദ്ധത്തിൽ പിന്നിൽ നിൽക്കുകയാണ്. ഒരുപാട് ഹെവി കാഷ്വാലിറ്റീസും ഡെത്ത്സും ഒക്കെ ഉണ്ടായി. ഇക്കാരണം കൊണ്ട് തന്നെ എയ്വേ ഇപ്പോൾ കണക്ട് ചെയ്തില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകുന്ന കിരിക്ക് മനസ്സിലാകുന്നു. മാത്രമല്ല പണ്ടോറയുടെ നിലനിൽപ്പിന് പ്രശ്നമായതുകൊണ്ട് എയ്വേക്ക് ഹെൽപ്പ് ചെയ്യാതിരിക്കാനും പറ്റില്ല. പക്ഷേ സമ്മൺ ഹാസ് ടു ആസ്ക്, അങ്ങനെ ചോദിക്കാൻ പറ്റുന്ന കിരിക്ക് മാത്രമാണ്. അങ്ങനെ മെക്കൈനയുടെ വെള്ളത്തിനിടയിലുള്ള ആ ഒരു ഹോം ട്രീയിലേക്ക് അവരെല്ലാവരും കൂടെ പോകുന്നു. പക്ഷേ കിരിക്ക് ഒറ്റയ്ക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സ്പൈഡറിൻ്റെ ടുക്കിൻ്റെ ഹെൽപ്പ് തേടുന്നു. അങ്ങനെ കിരി എയ്വേയുമായി ഡയറക്റ്റ്ലി കണക്റ്റ് ആകുന്നു. അങ്ങനെ അതിലൂടെ ബാക്കിയുള്ള ഓഷ്യൻ ലൈഫിനെ കൂടെ കമാൻഡ് ചെയ്ത് ജയൻറ്റ് സ്ക്വിഡ്സ് ഒക്കെ വന്ന് ഹ്യൂമൻസിനെതിരെ അറ്റാക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. അങ്ങനെ വീണ്ടും നാവികൾക്കൊരു അപ്പർ ഹാൻഡ് യുദ്ധത്തിൽ കിട്ടുന്നു. ടുൾക്കുണുകളെല്ലാം കൊന്ന് അവരുടെ ഉള്ളിലെ ബ്രെയിൻ ജ്യൂസായി അമൃത എടുക്കാമെന്ന് പറഞ്ഞ ലീഡ് സയൻറ്റിസ്റ്റായ സ്കോർസ്ബിയെ അവസാനം ഒരു ടുൾക്കുൺ തന്നെ കൊല്ലുന്നു. സെക്കൻഡ് പാർട്ടിലെ അറ്റാക്കിലെ സോൾ സർവൈവറായ ടനോക്കിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഒരുപാട് മുറിവുകളൊക്കെയുള്ള ആ ഒരു ടുൾക്കുൺ, ആ ഒരു ടനോക്കാണ് സ്കോർസ്ബിയെ കൊല്ലുന്നത്. കിരി ആകട്ടെ അതേസമയം തന്നെ അമ്മയായി നെയ്ത്തിരി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വരാങ്കിൻ്റെ അടുത്തേക്ക് പോകുന്നു. വരാങ്കിൻ്റെ ആ ഒരു വാലുണ്ടല്ലോ കുറു, അത് കണക്ട് ചെയ്തിട്ട് പലരെയും ഇൻറ്റിമിഡേറ്റ് ചെയ്യുന്ന ഒരു സെറ്റപ്പായിരുന്നു വരാങ്കിനുള്ളത്. അതായത് വരാങ്കിൻ്റെ മെൻ്റൽ പവർ ഭയങ്കര സ്ട്രെങ്ത് ആണ്. അത് കണക്ട് ചെയ്ത് ഒരാളെ പേടിപ്പിക്കാനൊക്കെ എന്തായാലും വരാങ്കിന് പറ്റും. അങ്ങനെയാണ് ക്വാറിച്ചിനെ അടക്കം മാനിപ്പുലേറ്റ് ചെയ്ത് ഗൺസൊക്കെ യൂസ് ചെയ്യാൻ പഠിപ്പിക്കാൻ പറ്റിയത്. പക്ഷേ കിരിയുമായിട്ട് ഇത് കണക്ട് ചെയ്യുമ്പോൾ നേരെ ഉൾട്ടയാവുന്നു. കാരണം കിരി എവേയുമായിട്ട് ഡയറക്റ്റ്ലി കണക്ഷൻ ഉള്ള ആളാണ്. എവയെ എതിർത്ത് നിൽക്കുന്ന ഒരാളായിരുന്നല്ലോ വരാങ്. പക്ഷേ എവയുടെ ശക്തി ഉപയോഗിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ കിരിയുമായിട്ട് കണക്റ്റ് ആയപ്പോൾ വരാങ് പേടിച്ച് എവിടോട്ടോ ഓടിപ്പോകുന്നു എന്നൊരവസ്ഥയായി മാറുന്നു. ടൊറൂക്ക് ഹ്യൂമൻസിൻ്റെ RDA ഫ്ലാഗ്ഷിപ്പിനെ ഒരു മാഗ്നറ്റിക് ഫ്ലെക്സിൽപ്പെടുത്തി നശിപ്പിക്കുന്നു. അതോടുകൂടി ജനറലായിട്ടുള്ള ആഡ്മോറും കൊല്ലപ്പെടുന്നു. ജേക്കും ക്വാർച്ച് തമ്മിലുള്ള ഫൈറ്റ് ആ ഒരു ഫ്ലോട്ടിംഗ് റോക്സിന് മുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് എത്തിയ സ്പൈഡർ ക്വാറിച്ചിൻ്റെ കയ്യിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. എന്നാൽ സ്പൈഡർ ഫ്ലോട്ടിംഗ് റോക്സിൽ നിന്ന് താഴേക്ക് വീഴാൻ പോകുന്നു. മകനായ സ്പൈഡറിനെ ചാടിക്കയറി ക്വാറിച്ച് പിടിക്കുന്നെങ്കിലും അയാളും ആ ഒരു എഡ്ജിൽ നിൽക്കുവാണ്, താഴേക്ക് വീഴുന്ന അവസ്ഥ. പെട്ടെന്ന് ജെയ്ക്ക് ചാടി വന്ന് രണ്ടുപേരെ രക്ഷിക്കുന്നത്. അതായത് കൽക്കി സിനിമയിൽ കണ്ടിട്ടുണ്ടായിരുന്ന സീനുണ്ടല്ലോ, അതുപോലത്തെ ഒരു സീനാണിത്. നെയ്ത്തിരിയും പിള്ളേരും എല്ലാവരും കൂടെ വന്നിട്ട് ക്വാറിച്ചിനെ ഇവർ കോൺട്ര ചെയ്യുന്നു. വേറെ വഴിയില്ലാതെ ക്വാറിച്ച് ആ ഒരു ഫ്ലോട്ടിംഗ് റോക്കിൽ നിന്ന് എടുത്ത് ചാടുന്നു. ക്വാറിച്ചിന് എന്ത് പറ്റിയെന്ന് കാണിക്കുന്നില്ല, മരിച്ചോ ജീവിച്ചോ എന്ന് കാണിക്കുന്നില്ല. പക്ഷേ മേ ബി അടുത്ത പാർട്ടിൽ ക്വാറിച്ച് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെ യുദ്ധം അവസാനിച്ചു. പണ്ടോറയുടെ കനത്തിയ മനുഷ്യരും കൂടെ വന്ന തീനാവികളും പരാജയപ്പെടുന്നു. സള്ളി കുടുംബം വീണ്ടും ഒരുമിച്ച് കൂടുന്നു. കിരിയാണെങ്കിൽ സ്പൈഡറിനെയും കൊണ്ട് ഓഷ്യൻ അണ്ടറിലുള്ള ഒരു സ്പിരിറ്റ് ട്രീയിലേക്ക് വീണ്ടും പോകുന്നു. അവിടെ വെച്ച് അവർ സ്പിരിറ്റ് റെലമിലേക്ക് എൻ്റർ ചെയ്യുന്നു. ആൻഡ് അവിടെ കഴിഞ്ഞ അവതാർ സിനിമകളെല്ലാം മരിച്ച ആ ഒരു എല്ലാ ക്യാരക്ടേഴ്സിനും നമ്മളവിടെ കാണുകയാണ്. അപ്പോൾ കിരി തൻ്റെ അമ്മയെ ഗ്രേസ് അഗസ്റ്റിൻ സ്പൈഡറിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതേപോലെ തന്നെ കഴിഞ്ഞ സിനിമയിൽ മരിച്ചിട്ടുണ്ടായിരുന്ന ഇവരുടെ ചേട്ടൻ നെട്ടയാമുണ്ട്. ഫസ്റ്റ് സിനിമയിൽ മരിച്ച നെയ്ത്തിരിയുടെ അച്ഛനുണ്ട്. അങ്ങനെ ആ ഒരു മരിച്ച ക്യാരക്ടേഴ്സ് എല്ലാം കൂടെ ഒരു സ്പിരിറ്റ് റെലമിൽ കാണുന്നുണ്ട്. അവതാർ 1 തന്നെ പറയുന്ന കാര്യമാണ്, മരിച്ചവരാരും ഇവരെ വിട്ടു പോയിട്ടില്ല, സ്പിരിറ്റ് റെലമിലുണ്ടെന്നുള്ളത്. അപ്പോൾ ഒരു സ്പിരിറ്റ് റെലം സ്പൈഡറിന് മുന്നിൽ ഓപ്പൺ ആയിരിക്കുകയാണ്.
ടോട്ടലി ഹ്യൂമൻ എന്ന സ്പൈഡർ ഈ ഒരു സിനിമയിലെ സംഭവങ്ങളോടുകൂടി പണ്ടോറയിലെ ഒരാളായി, നാവികളുടെ ഒരാളായി മാറിയല്ലോ. അതും മൊത്തത്തിൽ ഈ സ്പിരിറ്റ്സ് എല്ലാവരും കൂടി അക്സെപ്റ്റ് ചെയ്യുന്നൊരു സീനോടുകൂടി ഒരു ബ്യൂട്ടിഫുൾ എൻഡിങ് ആയിട്ടാണ് അവതാർ 3 അഥവാ ഫയർ ആൻഡ് ആഷ് അവസാനിക്കുന്നത്. അവതാർ 3യുടെ എൻഡിങ്ങിലെ ലൂസൻസ് എന്തൊക്കെയാണ്, അവതാർ 4 വരുമ്പോൾ അതിലെങ്ങനെയാകും കണക്റ്റ് ആവുക എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയാനുള്ള സിനിമയിലെ മെയിൻ ആൻറ്റഗോണിസ്റ്റുകളായിട്ടുള്ള കേണൽ മൈൽസ് ക്വാറിച്ചും വരാങ്കുമാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ആദ്യ സിനിമയിൽ എന്താണോ ജേക്ക് സള്ളിയും നെയ്ത്തിരിയും തമ്മിൽ ഉണ്ടായിരുന്നത് അതേപോലൊരു ബന്ധം പാരലായിട്ട് ഇപ്പം വില്ലനായി ക്വാർച്ചിനും വന്നിരിക്കുകയാണ്. പക്ഷേ ഇരുവരും ഈ ഒരു സിനിമയുടെ അവസാനം മരിക്കുന്നില്ല എന്ന് മാത്രമല്ല വേറെ വഴിയില്ലാതെ പേടിച്ചോടുന്നൊരവസ്ഥയാണ്. അതായത് സിനിമയുടെ തുടക്കത്തിൽ ഭയങ്കര ടെററായിട്ട് നിന്ന രണ്ടുപേരും അവസാനം വേറെ വഴിയില്ലാതെ പേടിച്ചോടുന്നു, എസ്പെഷ്യലി വരാങ്. അപ്പോൾ ഇവർ നമ്മളുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് സിനിമയിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് തന്നെ അടുത്ത ഭാഗം വരികയാണെങ്കിൽ ഇവരൊരു കപ്പിളായിട്ട് മാറി ഈ ജേക്ക് സള്ളിക്ക് നെയ്ത്തിരിക്കുന്നതിന് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ഒരു കപ്പിളായിട്ട് മാറിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ആ രീതിയിൽ രണ്ട് ക്യാരക്ടേഴ്സും തിരികെ വന്നേക്കാം. പിന്നെ ഒരു പുതിയ ചൈൽഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഓഷ്യൻ ക്ലാൻ്റെ മദർ മരിച്ചിട്ടുള്ളപ്പോൾ. അപ്പോൾ ആ ഒരു കുട്ടിയും ഇനി വളർന്നു വരുന്നൊരു സ്റ്റോറി കാണിച്ചേക്കാം. അപ്പോൾ അവതാർ 4നെ പറ്റി പറയാനാണെങ്കിൽ ഒരു ടൈം ജമ്പിന് ശേഷം ഒരു 5-6 കൊല്ലത്തിന് ശേഷമുള്ള കഥയായിരിക്കും വരുന്നതെന്നാണ് നിലവിൽ നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ. അവതാർ 4നെ പറ്റി നമുക്ക് ഇതുവരെ കിട്ടിയ ഇൻഫോകൾ നോക്കുകയാണെങ്കിൽ ഈ സിനിമയുടെ 4/1 പ്രൊഡക്ഷൻ ഓൾറെഡി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. കറക്റ്റ് എത്രയാണെന്ന് അറിയില്ലെങ്കിലും ഇപ്പോൾ ഇതൊരു 3 മണിക്കൂർ കൊണ്ട് അസ്യൂം ചെയ്ത് ഏകദേശം 45 മിനിറ്റുള്ള കണ്ടൻറ്റോളം പ്രൊഡക്ഷൻ പോയി എന്ന് പറയാം. എക്സാക്റ്റ് അല്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അത്രയും കഴിഞ്ഞെങ്കിൽ കൂടെയും ഈ ഒരു 4ാം ഭാഗം വരുമെന്ന് 100% ഉറപ്പൊന്നും ഇവർ പറഞ്ഞിട്ടില്ല. ഇനി വന്നാൽ തന്നെ ക്യാമറൂൺ ഡയറക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു സംശയമാണ്. കാരണം ക്യാമറൂൺ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയും വർഷം ഈ ഒരു ഒറ്റ ലോകത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ വേറെ സിനിമകൾ ചെയ്തിട്ട് അവതാർ 4 ചെയ്യുന്നുണ്ടെങ്കിലും താൻ അതിലോട്ട് പോകുമെന്നാണ് ക്യാമറൂൺ പറഞ്ഞിരിക്കുന്നത്. മേ ബി മറ്റേതെങ്കിലും ഡയറക്ടറിനെ 4ഉം 5ഉം ഏൽപ്പിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ജെയിംസ് ക്യാമറൂണിൻ്റെ ആദ്യത്തെ ട്രിലജിയാണ് അവതാർ. ഇതിനു മുമ്പ് വരെ ടെർമിനേറ്റർ 2 വരെയൊക്കെ പുള്ളിക്കാരൻ പോയിട്ടുള്ളൂ. അവതാറിലേക്ക് വന്നപ്പോൾ 3 സിനിമകളായി ആൻഡ് ഇതിനൊരു പ്രോപ്പർ എൻഡിങ്ങും കിട്ടി. ക്വാർച്ചിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ ലൂസൻസ് ഒരുപാടുണ്ടെങ്കിൽ പോലും ജേക്ക് സള്ളി, നെയ്ത്തിരി എന്നീ ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു ആർക്കിന് ഒരു പ്രോപ്പർ എൻഡിങ് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ 4 വരികയാണെന്നുണ്ടെങ്കിൽ ഇവരായിരിക്കില്ല ഫോക്കസ്, മറിച്ച് കുട്ടികളായിരിക്കും. എസ്പെഷ്യലി ലൊവാക്കായിരിക്കും 4th പാർട്ടിലെ മെയിൻ ആവുക എന്നാണ് കേട്ടത്. അപ്പോൾ മെൻറ്റർ ഫിഗർ പോലെ ആയിരിക്കും ജേക്ക് സള്ളിയും നെയ്ത്തിരിയും ഒക്കെ ഉണ്ടാവുക, അല്ലാതെ അവർ മെയിൻ സ്റ്റോറിയുടെ ഫോക്കസ് ആയിരിക്കില്ല. മാത്രമല്ല 4-5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ക്യാരക്ടേഴ്സും അഡൾട്ട്സ് ആവുമല്ലോ. ഇപ്പോൾ കുട്ടികളായിട്ടാണ് കാണുന്നതെങ്കിൽ അപ്പോൾ അവരിലായിരിക്കും കൂടുതൽ ഫോക്കസ് വരിക. കിരി ആയിരിക്കും ഈ ഒരു സിനിമയുടെ നറേറ്റർ എന്നും സിഗോണി വീവർ, വോയിസ് ആക്ട്രസ് ആയിട്ടുള്ള സിഗോണി വീവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 12 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഇതെല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും രസകരമായൊരു കാര്യം. അപ്പോൾ കിരിയും സ്പൈഡറും തമ്മിലുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നമ്മൾ ഈ സിനിമയിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അതും 4th പാർട്ടിൽ കുറച്ചുകൂടെ ബിഗ്ഗറായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഓഫ് കോഴ്സ് ഒരുപാട് പുതിയ നാവി ട്രൈബുകളെ 4th പാർട്ടിൽ എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. 3rd പാർട്ടിൽ തന്നെ നമുക്ക് 2 ബിഗ്ഗറായിട്ടുള്ള പുതിയ നാവി ട്രൈബ്സിനെയാണ് കിട്ടിയത്, ആഷ് ക്ലാനും അതേപോലെ വിൻഡ് റൈഡേഴ്സും. കൂടുതൽ ലെവലിലുള്ള നാവീസിനെയൊക്കെ നമുക്ക് മേ ബി 4th പാർട്ടിൽ കണ്ടേക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതിൽ 4th പാർട്ട് ഇപ്പോഴും ഒരു ഫുള്ളി കൺഫേംഡ് ആവാത്തൊരു പ്രൊജക്റ്റാണ്. പക്ഷേ നമുക്കറിയാം ഒരു ചെറിയ വിജയമായ പടങ്ങൾക്ക് പോലും സീക്വൽ എടുക്കുന്ന ഒരു കമ്പനിയാണ് ഡിസ്നി. അപ്പോൾ പിന്നെ അവതാർ ഒന്നും വിട്ട് കളയായിരിക്കില്ല. പക്ഷേ ക്യാമറൂൺ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചോദ്യം. എന്തായാലും 4th പാർട്ടിൻ്റെ സ്റ്റോറീസ് ഇങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിലും 5th പാർട്ടിന് ഇവർ ഉദ്ദേശിച്ച് വെച്ചൊരു പ്ലാൻ നടക്കുവാണെങ്കിൽ കളി വേറെ ലെവലാവുന്ന കാര്യത്തിൽ സംശയമില്ല. അവതാർ സീരീസിൻ്റെ അവസാന ഭാഗമായിരിക്കും അവതാർ 5. അവതാർ 2ഉം 3ഉം തമ്മിൽ വലിയ ടൈം ലൈൻ ചേഞ്ചസ് ഇല്ലല്ലോ, അടുത്തടുത്ത് നടക്കുന്ന സ്റ്റോറീസ് അല്ലേ. അതുപോലെ ആയിരിക്കും അവതാർ 4ഉം 5ഉം. 3 കഴിഞ്ഞ് 4ലോട്ട് ഒരു 5-6 കൊല്ലം ഗ്യാപ്പ് കാണും. പക്ഷേ 4ഉം 5ഉം ഏകദേശം അടുത്തടുത്ത് തന്നെ ആയിരിക്കും നടക്കുക. ആൻഡ് 5ൽ നടക്കാൻ പോകുന്നത് ഭൂമിയിലെ കഥയാണ്. അതായത് നമ്മൾ ഇതുവരെ കണ്ടത് പണ്ടോറയിലോട്ട് മനുഷ്യർ വരുന്നതാണെങ്കിൽ ഇനി കാണാൻ പോകുന്നത് ഭൂമിയിലേക്ക് ഈ നാവികളെല്ലാം തിരിച്ചു പോകുന്നതാണ്, ജേക്ക് സള്ളി അടക്കം. ഫസ്റ്റ് പാർട്ടിൽ വളരെ കുറച്ച് സമയം മാത്രം തുടക്കത്തിലാണ് ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ആയിട്ടുള്ള ഭൂമി നമുക്ക് കാണാൻ പറ്റിയത്. എന്നിരുന്നാലും അതിൻ്റെ എസ്തെറ്റിക്സ് ഒക്കെ വൺ സെറ്റായിരുന്നു. പക്ഷേ പിന്നീട് അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരം ഈവൻ കോമിക്കിൽ പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അവതാർ 5 സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ഭൂമിയിലാണെങ്കിൽ ഇപ്പോൾ പറയുമ്പോൾ തന്നെ ഒരു രോമാഞ്ചം ഫീൽ വരുന്നുണ്ട്. മേ ബി ആ ഒരു ലെവലിൽ നമുക്ക് സ്റ്റോറീസൊക്കെ കിട്ടാൻ പോവുകയാണെങ്കിൽ അവതാർ ഫ്രാഞ്ചൈസി വേറെ ലെവലാവുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത്രയും കാലം നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് ഈ പണ്ടോറയിലെ സംഭവങ്ങളായിരുന്നെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത, അപ്പോഴും വളരെയധികം മിസ്റ്റീരിയസ് ആയിട്ട് നിൽക്കുന്ന, എല്ലാം നശിക്കാൻ പോകുന്ന ഒരു ഭൂമിയിലെ കഥയാകും 5ാം പാർട്ടിൽ വരിക. വീഡിയോ ഇപ്പോൾ തന്നെ നല്ല ലെങ്ത് ആയ സ്ഥിതിക്ക് നമുക്ക് 5ാം ഭാഗത്തെ പറ്റിയിട്ടൊക്കെ അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. പിന്നെ ഇത് മാത്രമല്ല അവതാർ റിലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് അറിയാത്ത കുറേ സ്റ്റോറീസ് കോമിക്സിലും ഗെയിംസിലും ഒക്കെ വന്നിട്ടുണ്ട്. അത് നമ്മൾ വീഡിയോസായിട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഇത്തരം കണ്ടൻറ്റ്സ് ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ അവതാർ മാത്രമല്ല മൂവീസ് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് കണ്ടൻറ്റുകളും നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, എസ്പെഷ്യലി ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. കാരണം നമ്മൾ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അവതാർ 5 ഭൂമിയിൽ വരികയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോവുക എന്നതിനെക്കുറിച്ചിട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഈസ് രഞ്ജിത്ത് ചെങ്ങന്നൂർ
സൈനിങ് ഓഫ് ഫ്രം ഷോഡൗൺ ടാക്കീസ്.